ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ് ഞണ്ട് കൊണ്ട് ഞണ്ട് റോസ്റ്റാണ്. കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. ഇപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ മടിയാണ്. ഭയങ്കര ചൂടാണ് ഇവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അടുക്കളയിൽ കയറാൻ തന്നെ മടിയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഞണ്ട് റോസ്റ്റാണ്. എന്താവുമെന്ന് അറിയില്ല, എന്തായാലും ഉണ്ടാക്കി നോക്കാം. ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒന്നാമത് എനിക്കിത് ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെ അലർജി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് ഉണ്ടാക്കാറില്ല. ഇപ്പോൾ കുറേ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അലർജി തുടങ്ങിയതിന് ശേഷം ഞാൻ അതൊന്നും കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ അത് മടിയാണ് ഉണ്ടാക്കാൻ. അതൊക്കെ തൊടുമ്പോൾ കൈ ഒക്കെ ചൊറിഞ്ഞിട്ടേ, അപ്പോൾ അത് അലർജി ആവുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അപ്പോൾ വാങ്ങിയിട്ടൊന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക, അത്രേ പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ, 1/2 കിലോ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് അരിഞ്ഞത്, ഉള്ളി നുറുക്കിയത്, തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല. അപ്പോൾ നമുക്ക് അതങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം. ശരിയാവുകയാണെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയിട്ട് കളയാൻ പറ്റില്ലല്ലോ. നമ്മൾ അടുപ്പത്തൊരു പാത്രമൊക്കെ വെച്ച് അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. അങ്ങനെ ഓരോന്ന് വഴറ്റി വന്നിട്ട് കാണാം കേട്ടോ. അതിപ്പോൾ എല്ലാതും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമുക്കിതിങ്ങനെ ഓരോന്ന് ഉള്ളി ബ്രൗൺ കളറായി. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, അത് കഴിഞ്ഞ് തക്കാളി ഇട്ടു, പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ടു എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ബോറടിയാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യണ കാര്യമല്ല. അപ്പോൾ പിന്നെ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ കാണാം. അപ്പം ഇപ്പോൾ ഇതൊക്കെ നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് കരിഞ്ഞോ എന്നൊരു സംശയമുണ്ട്, എന്നാലും അത് നമുക്ക് റോസ്റ്റ് ആക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം ഇതായിട്ടുണ്ട്, മൂത്തിട്ട് നല്ല കുഴഞ്ഞ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചട്ടിയുടെ പാത്രത്തിൻ്റെ ഭംഗി കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അത് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി സാധനമാകൊണ്ടാണ് ഞാൻ ഒഴിവാക്കാത്തത്. അപ്പോൾ നമുക്കിനി അടുത്തത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം എന്താ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഞണ്ടിനെ അതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഞണ്ട് അതിലിട്ടിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലൊക്കെ മാറ്റി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അടിപൊളിയായിട്ടാണ് കഴിക്കാം. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ഇതൊന്നും നോക്കാം അങ്ങനെ വല്ലാണ്ട് പറ്റാത്തതുകൊണ്ട്. എന്താ വെച്ചാൽ അലർജി ആണെങ്കിൽ ഇത് തൊട്ടാൽ പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ കയ്യും ഒക്കെ ചൊറിച്ചിൽ തുടങ്ങി. അപ്പോൾ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ കഴിക്കണവർക്ക് അറിയാം അതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ. കാണുമ്പോൾ ഒക്കെ രസം തോന്നണമൊക്കെ ഉണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്നാണ് തോന്നണത്. ഇനി കഴിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കഴിക്കുമ്പോൾ അവരോട് ചോദിച്ചു നോക്കാം നന്നായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഓക്കെ എന്നാൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബായ്.